കുറെ കാലമായി നമ്മൾ ഗൂഗിൾ പിക്സൽ 4എയുടെ റൂമറുകൾ കേൾക്കുന്നു. എന്നാൽ എവിടെ ഈ ഗൂഗിൾ പിക്സൽ 4a? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എൻഗേജിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പറഞ്ഞു വരുന്നത് ഗൂഗിൾ തങ്ങളുടെ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ആയ പിക്സൽ 4a കമ്പനിയുടെ ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്തതിനെ പറ്റിയാണ്. ഗൂഗിൾ ഇതിന്റെ കനേഡിയൻ സ്റ്റോറിൽ പിക്സൽ 4എയുടെ ചിത്രം അബദ്ധവശാൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇതിന് തലക്കെട്ടായി നെസ്റ്റ് വൈഫൈ എന്നൊരു ടെക്സ്റ്റും കാണാൻ കഴിയുന്നു. ടെക്നിക്കലി നമ്മൾ ഇതിനകം തന്നെ 4എയുടെ റെൻഡറുകൾ മുമ്പ് കണ്ടുകഴിഞ്ഞു. പക്ഷേ ഇതിന്റെ ഡിസൈൻ കമ്പനി തന്നെ ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ സന്തോഷിക്കാനുമുണ്ട്. ഇപ്പോൾ വന്ന പിക്സൽ 4എയുടെ ചിത്രങ്ങൾ ടെക് ലോകത്ത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫോണിന്റെ സ്ക്രീനിൽ ഒരു ഡേറ്റ് കാണാൻ കഴിയും, 12th May. ഇത് വ്യക്തമാക്കുന്നത് പിക്സൽ 4a ലോഞ്ച് തീരുമാനിച്ചിരുന്നത് ഗൂഗിളിന്റെ വാർഷിക IO ഡെവലപ്പേഴ്സ് കോൺഫറൻസിൽ തന്നെ എന്നതാണ്. പക്ഷേ ഇത് COVID-19 പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ക്യാൻസൽ ചെയ്തിരുന്നു. ഇനി ഈ ചിത്രങ്ങൾ കൂടുതൽ എക്സാമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പിക്സൽ 4a ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ ലൈറ്റ് ബ്ലൂ പവർ ബട്ടണോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു മിഡ് റേഞ്ച് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പാനൽ പ്ലാസ്റ്റിക് ഓർ പോളികാർബണേറ്റ് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. പിന്നെ മുമ്പേ കണ്ടതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ വലിയൊരു ക്യാമറ കട്ടൗട്ട് കാണാം, കൂടെ ഒരു ഫ്ലാഷും. പിക്സൽ 3a പോലെ തന്നെ ഇവിടെ ഒരൊറ്റ ക്യാമറ ലെൻസ് മാത്രമാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ നല്ലത് ഒന്നു മതിയെന്ന്. ഗൂഗിൾ ഡുവൽ ലെൻസ് ആദ്യമായി അവതരിപ്പിച്ചത് പിക്സൽ 4ലായിരുന്നു. ഭാഗ്യവശാൽ ഫോണിന്റെ മുകളിലായി ഹെഡ്ഫോൺ ജാക്ക് നിലനിർത്തിയതായി നമുക്ക് കാണാം. ഈ ഓഡിയോ ജാക്ക് ഒക്കെ ഇപ്പോൾ ഒന്നുകിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോണുകളിലെ ഇപ്പോൾ കാണാൻ കഴിയുന്നുള്ളൂ. IN ഫോണുകളിലെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റിന്റെയും സ്ഥലപരിമിതിയുടെയും കാരണം 3.5 mm ഓഡിയോ ജാക്ക് ഒക്കെ പല പ്രമുഖ കമ്പനികളും ഇന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഈ മാസം ആദ്യം ഗൂഗിൾ പിക്സൽ 4aക്ക് USAയുടെ FCC സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇത് ഫോൺ ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ്. 3 വ്യത്യസ്തങ്ങളായ മോഡൽ നമ്പറുകളിലായാണ് FCC ഗൂഗിൾ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് മോഡൽ മിക്കവാറും US വേണ്ടി മാത്രമായിട്ടുള്ളതാവാം. ഈ ഡോക്യുമെന്റുകൾ ഷെയർ ചെയ്തിരിക്കുന്ന ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ ഇതിൽ ഏതൊക്കെ വയർലെസ് ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുമെന്നും കൃത്യമായി കാണിച്ചിരിക്കുന്നു. ഗൂഗിൾ പിക്സൽ 4aക്ക് ഒരു 5G വേർഷൻ കൂടെ വരുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിക്സൽ 4aയും 4a 5Gയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതിന്റെ ചിപ്പുകൾ, പ്രോസസർ തന്നെയായിരിക്കാം. ഇത് പറയാൻ കാരണം പിക്സൽ 4aയിൽ സ്നാപ്ഡ്രാഗൺ 730 ചിപ്പ് ആയിരിക്കാമെന്ന് മുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഇത് എന്തായാലും 5G സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ പിക്സൽ 4a 5G വേർഷന് സെൻസിബിൾ ആയ ഒരു ചിപ്പ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G ആണ്. ഈ അടുത്തായി പിക്സൽ 5ന്റേതെന്ന് പറഞ്ഞൊരു റെൻഡർ വന്നിരുന്നു. പിക്സൽ 5 XL ലീക്ക് എന്നൊക്കെയാണ് പല ലീക്കേഴ്സും ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും പിക്സൽ 4a 5G ആയിരിക്കുമെന്ന് നല്ല കോൺഫിഡന്റോട് കൂടി നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന ചിത്രത്തിൽ മുകളിലായി ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം. ഇത് ഇപ്പോൾ മിഡ് റേഞ്ചുകളിലും അതിലും താഴ്ന്ന മോഡലുകളിലും മാത്രമായി കണ്ടുവരുന്നതാണ്. സോ ഈ അടയാളം ഇതൊരു പിക്സൽ 4a 5G വേർഷൻ തന്നെയാണ്. പിക്സൽ 4a 5G പിക്സൽ 4aയിൽ നിന്നും പല കാര്യത്തിലും വ്യത്യസ്തത പുലർത്താം. ഈ ലീക്ക്ഡ് കാഡ് റെൻഡർ വിശ്വസിക്കാമെങ്കിൽ കുറച്ചുകൂടി വലിയ ഫിസിക്കൽ ബോഡി, അതായത് വലിയ സ്ക്രീൻ, പിന്നെ സ്നാപ്ഡ്രാഗൺ 765G ചിപ്പ്, കുറച്ചുകൂടി ഉയർന്ന കപ്പാസിറ്റിയുള്ള ബാറ്ററി, പിന്നെ ഒരു സെക്കൻഡറി ക്യാമറ ലെൻസ്. ഇതിന്റെ മുൻ തലമുറക്കാരനായ പിക്സൽ 3aയിൽ നിന്നും പിക്സൽ 4aയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നല്ലൊരു നോട്ടീസബിൾ ചേഞ്ച് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് 4aയുടെ സ്ക്രീനിന്റെ കാര്യം തന്നെയാണ്. മുമ്പത്തെ മോഡലുകളിൽ ഒരു ഫോർ ഹെഡ് അല്ലെങ്കിൽ ഒരു ചിൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പഞ്ച് ഹോൾ ക്യാമറ കട്ടൗട്ടോടുകൂടി ബെസൽലെസ് ഡിസ്പ്ലേയുമായാണ് വരാൻ പോകുന്നത്. തീർച്ചയായും ഇതൊരു പോസിറ്റീവായ മാറ്റം തന്നെയാണ്. ഇപ്പോൾ നല്ലൊരു മിഡ് റേഞ്ച് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും പിക്സൽ 4a 5G നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും. മറ്റൊന്നും നോക്കേണ്ടത്
ചെയ്യേണ്ടതില്ല, ഇതിന്റെ ക്യാമറ മാത്രം മതിയല്ലോ. എന്തായാലും ഇന്ത്യൻ കസ്റ്റമർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു മോഡലാണല്ലോ പിക്സൽ 4a. പ്രത്യേകിച്ച് ഇവരുടെ മുമ്പത്തെ മോഡലായ ഗൂഗിൾ പിക്സൽ 4 ഇന്ത്യയിൽ ഔദ്യോഗികമായി ലഭിക്കാതിരുന്നത് കാരണം തീർച്ചയായും നമുക്ക് നല്ലൊരു ക്യൂരിയോസിറ്റി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പുതിയ പിക്സൽ ഫോണുകൾ ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെത്തുമെന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇനിയും ഒരുപാട് വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്താൻ ശ്രമിക്കാം. Thank you for watching. Stay tuned. Bye.